ആരും ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരു രാജ്യം, പണത്തിന് പകരം സ്വർണം പിൻവലിക്കാൻ പറ്റുന്ന ATMകളുള്ള രാജ്യം. ദുബായിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങൾ മുതൽ മനുഷ്യനിർമ്മിത ദ്വീപുകൾ വരെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ നിയമങ്ങളും വളരെ കർശനമാണ്. ഇവിടെ എത്തുന്ന വിദേശികളും ഇവിടുത്തെ നിയമങ്ങൾ കൃത്യമായും പാലിച്ചിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ കർശനമായ നടപടികൾ സ്വീകരിക്കും. നിങ്ങൾ ദുബായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ദുബായിയെ കുറിച്ചുള്ള ഏതാനും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അവിടുത്തെ മാറിയ ചില നിയമങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികത ഇവിടെ നിയമവിരുദ്ധമായിരുന്നു. മാരേജ് ചെയ്യാത്ത രണ്ടുപേർക്ക് ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നതിന് ഇവിടെ അനുവാദം ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ ഒരു പാർട്ട്ണറോടൊപ്പം ദുബായിൽ സഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലീഗലായിട്ട് മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ അവരത് അറിഞ്ഞാലാണ് പ്രശ്നം. അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമൊന്നുമില്ല. എന്നാൽ ഇതിന്റെ പേരിൽ ഒരുപാട് വിദേശികർ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറ്റിയതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് കൂടുതൽ പ്രവാസികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിയമവിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് മാറ്റങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പബ്ലിക് പ്ലേസിൽ നിങ്ങൾക്ക് കിസ് ചെയ്യുന്നതിനോ ഹഗ് ചെയ്യുന്നതിനോ ഒന്നും അനുവദിക്കില്ല. അത് നിയമവിരുദ്ധമാണ്. അവരതിനെ പൊതുമര്യാദയുടെ ഒരു ലംഘനമായിട്ടും പ്രാദേശിക സമൂഹത്തോടുള്ള അനാദരവായിട്ടും ഒക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. ദുബായിയിൽ ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയോ തടങ്കലോ നാടുകടത്തലോ ഒക്കെ നേരിടേണ്ടി വരും. നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു രാജ്യം സന്ദർശിക്കുന്ന സമയത്ത് അവിടെയുള്ള നിയമങ്ങളൊക്കെ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ മറ്റൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് പോകുമ്പോൾ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ് ഇത്തരം നിയമങ്ങൾ നമ്മൾ അവിടെയും പാലിക്കണം. അതുപോലെ തന്നെ ദുബായിൽ പരസ്യമായിട്ട് ഡാൻസ് ചെയ്യാൻ സാധിക്കില്ല. അതും അവിടെ നിയമവിരുദ്ധമാണ്. UAE സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് ഫാൽക്കൻ ആണ്. ഇവയ്ക്ക് വേണ്ടി ഇവിടെ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ പോലും ഉണ്ട്. അബുദാബി ഫാൽക്കൻ ഹോസ്പിറ്റൽ എന്നാണ് ഇതിന്റെ പേര്. ഈ പക്ഷികളിൽ ചിലതിന് $1 മില്യൺ അതിൽ കൂടുതലുമാണ് ചിലവ് വരുന്നത്. ഈ ഫാൽക്കണുകൾക്ക് അവരുടേതായിട്ടുള്ള പാസ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇത്തിഹാദ്, എമിറേറ്റ്സ്, ഖത്തർ, റോയൽ ജോർദാനിയൻ എയർലൈൻസ് എന്നിവയുടെ വിമാനങ്ങളിലെല്ലാം ഇവർക്ക് ക്യാബിനുകൾ അനുവദനീയമാണ്. 21 വയസ്സിൽ താഴെയുള്ളവർക്ക് മദ്യപിക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം. മുൻകാലങ്ങളിലായിരുന്നെങ്കിൽ വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും പ്രത്യേക ആൽക്കഹോൾ ലൈസൻസ് ഉള്ള വിദേശികൾക്കും മാത്രമേ ദുബായിൽ മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും കഴിയുമായിരുന്നുള്ളൂ. അടുത്തിടെ ഈ നിയമങ്ങളിൽ ചെറിയ ഇളവുകൾ വരുത്തി. എന്നാലും മദ്യം ഇപ്പോഴും സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള പൊതുസ്ഥലങ്ങളിലോ മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ലൈസൻസ് ഉള്ള ഹോട്ടലുകളിലും ക്ലബ്ബുകളിലുമൊക്കെ ലഹരിപാനീയങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട്. എന്നാൽ പബ്ലിക് പ്ലേസിൽ ഇത് അനുവദിക്കില്ല. അടുത്തിടെ മാറ്റിയ ഒരു നിയമത്തിൽ പന്നിയിറച്ചി ഉപഭോഗം ഇപ്പോൾ ദുബായിൽ അനുവദനീയമാണ്. ദുബായ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും മികച്ച കാറുകളുണ്ട് എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഫെരാരി FF, ലംബോർഗിനി അവന്റോസ് തുടങ്ങിയ കാറുകളാണ് ദുബായ് പോലീസ് ഓടിക്കുന്നത്. ഏറ്റവും വേഗതയേറിയ പോലീസ് കാറിനുള്ള ലോക റെക്കോർഡും ഇവർ തന്നെയാണ് സ്വന്തമാക്കിയത്. $1.6 മില്യൺ അവർ വാങ്ങിയ ബുഗാട്ടി ബെയ്റോൺ, ഏറ്റവും ദൈർഘ്യമേറിയ ഓട്ടോമേറ്റഡ് മെട്രോയും ദുബായിലാണുള്ളത്. 52.1 കിലോമീറ്റർ നീളമുള്ള മെട്രോ ലൈൻ ദുബായ് മെട്രോ റെഡ് ലൈൻ ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദുബായിൽ മെട്രോയിൽ ഭക്ഷണം കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ ഒക്കെ അതിന് നല്ല പിഴ ലഭിക്കും. ഇവിടെ ഒട്ടകങ്ങൾ ധാരാളം ഉള്ളതുപോലെ തന്നെ ഒട്ടക ഓട്ട മത്സരങ്ങളും നടത്താറുണ്ട്. വലിപ്പം കാരണം കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ആയിരക്കണക്കിന് കുട്ടികളെ ഇതിനു മുമ്പ് കടത്തിക്കൊണ്ടുപോയ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒട്ടക മത്സരത്തിന് വേണ്ടി അവർ റോബോട്ട് ജോക്കികളെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന കുട്ടികളുടെ വലിപ്പമുള്ള റോബോട്ടുകളെയാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദുബായിലെ ബാത്റൂമുകളിൽ വാട്ടർ ഹോസുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ നഗരത്തിൽ താമസിക്കുന്ന 98% വിദേശികൾക്കും ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല. പല മുസ്ലിം രാജ്യങ്ങളിലെയും ആളുകൾ ടോയ്ലറ്റ് പേപ്പറിന് പകരം ഉപയോഗിക്കുന്നത് ടോയ്ലറ്റ് ഹോസാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടമായ മിറാക്കിൾ ഗാർഡനും ദുബായിലാണുള്ളത്. 72,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 50 ദശലക്ഷത്തിലധികം പൂക്കളും 250 ദശലക്ഷത്തിലധികം സസ്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെയുള്ളവരുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 69% പുരുഷന്മാരും 31% സ്ത്രീകളുമാണ് ഉള്ളത്. അതായത് ഓരോ സ്ത്രീക്കും 2 പുരുഷന്മാരിൽ കൂടുതൽ എന്ന കണക്കിനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദുബായിയെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അവിടുത്തെ മാറിയ ചില നിയമങ്ങളെയും പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.